ഭൂട്ടാൻ വാഹനക്കടത്ത് കേസിൽ നടന്ന ദുൽഖർ സൽമാന്റെ വാഹനം കണ്ടെത്തി. നിസാൻ പട്രോൾ വാഹനമാണ് കസ്റ്റംസ് കണ്ടെത്തിയത്. റിയ ബേബി വിവരങ്ങളുമായി ചെന്നത്. റിയ, ഈ ദുൽഖറുമായി ബന്ധപ്പെട്ട്, പൃഥ്വിരാജുമായി ബന്ധപ്പെട്ട് വലിയ സംശയം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇവർ കബളിപ്പിക്കപ്പെട്ടതാണ് എന്നത് ഇപ്പോൾ വ്യക്തമാകുന്ന കാര്യവുമാണ്. ഈ നിസാൻ പട്രോൾ വാഹനം നേരത്തെ ദുൽഖറിന്റെ സിനിമയിലും ഉപയോഗിച്ച വാഹനമല്ലേ? ആ വാഹനം എവിടെ നിന്നാണ് കണ്ടെത്തിയത്? ദുൽഖർ തന്നെ ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രതികരണം നടത്തുന്നുണ്ടോ? അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾ പ്രതികരിക്കുന്നുണ്ടോ? ഇതില് നേരത്തെ തന്നെ ദുൽഖറിന്റെ കൈവശമുള്ള ചില വാഹനങ്ങൾ കൂടി കണ്ടെത്താനുണ്ട് എന്ന് കസ്റ്റംസ് വ്യക്തമാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കസ്റ്റംസ് എളംകുളത്തുള്ള വീട്ടിൽ പരിശോധന നടത്തിയതായിരുന്നു. പക്ഷേ അന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അന്ന് മറ്റു 2 വാഹനങ്ങളാണ് കസ്റ്റംസ് കണ്ടെത്തിയത്. ഇപ്പോൾ കടവന്ത്രയിലുള്ള ഒരു വീട്ടിൽ നിന്നാണ്, ഒരു ഫ്ളാറ്റിൽ നിന്നാണ് ഈ റെഡ് കളർ നിസാൻ പെട്രോൾ വാഹനം കണ്ടെത്തിയിരിക്കുന്നത്. മറ്റൊരു വാഹനം കൂടി Y61ഉം Y60യും കണ്ടെത്താനുണ്ട്. അതായിരുന്നു കസ്റ്റംസ് പറഞ്ഞത്. ഇത് ദുൽഖറിന്റെ ഒരു സിനിമയിൽ കൂടി ഉപയോഗിച്ചിട്ടുള്ള വാഹനമാണ്. ആ വാഹനമാണ് ഇപ്പോൾ കടവന്ത്ര വെണ്ണലയിലുള്ള ഒരു ഫ്ളാറ്റിൽ നിന്ന് കസ്റ്റംസ് സംഘം പിടിച്ചെടുത്തിരിക്കുന്നത്. ഇതിൽ നേരത്തെ ദുൽഖറിന്റെ ഫ്ളാറ്റ് ആണോ? മാത്രമല്ല ഇതിപ്പോൾ ഭൂട്ടാനിൽ നിന്ന് കടത്തിയ വ്യാജ വാഹനമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് വാങ്ങി എന്നതിപ്പോൾ കസ്റ്റംസിന് പോലും അത്തരം ആരോപണം ദുൽഖറിനെതിരെ ഉണ്ടാകില്ലല്ലോ. ഈ വാഹനം എത്തിച്ചതാരാണ്? ആ ഇടനിലക്കാരാണ്? അത്തരത്തിൽ നടപടികളുമുണ്ടോ? അതെ, ഇതിൽ ദുൽഖർ കഴിഞ്ഞ ദിവസം കോടതിയിലടക്കം മൂവ് ചെയ്തപ്പോൾ പറഞ്ഞത് തങ്ങളുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയത് എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇതിൽ കസ്റ്റംസിന്റെ ഭാഗത്തു നിന്നടക്കം കുറച്ചുകൂടി വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. ഇതിൽ പ്രധാനമായും ഈ വാഹനം വാങ്ങിയവരൊക്കെ പറയുന്നത് തങ്ങൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നികുതി അടക്കം നൽകി വാങ്ങിയ വാഹനമാണ്, ഇടനിലക്കാരാണ് തങ്ങൾക്ക് ഇത് നൽകിയിരിക്കുന്നത്. ചിലവർക്ക് പറയുന്നത് ഇതിന്റെ മറ്റു നടപടികളൊക്കെ പൂർത്തിയാക്കി തങ്ങൾ വാങ്ങിയ വാഹനമാണ് എന്ന് തന്നെയാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്നടക്കം ഇനി വിശദാംശങ്ങൾ ലഭ്യമാകുന്നുണ്ട്. നേരത്തെ ദുൽഖറുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞത് ഈ നിസാൻ പെട്രോൾ വാഹനമൊന്നും ദുൽഖറിന്റേതായിരുന്നില്ല, അത് സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അത് ദുൽഖറിന്റെ വാഹനമല്ല, മറ്റൊരാളുടെ ഉടമസ്ഥതയിലുള്ളതെന്നാണ്. ഇപ്പോൾ ഈ കസ്റ്റംസ് പിടിച്ചെടുത്ത വാഹനം യഥാർത്ഥത്തിൽ ദുൽഖറിന്റെ ഉടമസ്ഥതയിലുള്ളതാണോ അതെയോ സിനിമയിൽ ഉപയോഗിച്ചത് മാത്രമാണോ എന്നതിൽ ഒരല്പം കൂടി വ്യക്തത വരേണ്ടിയിരിക്കുന്നു. പക്ഷേ ഈ വാഹനമായിരുന്നു ദുൽഖറിന്റേതായി കസ്റ്റംസ് പരിശോധിച്ച 4 വാഹനങ്ങളിൽ ഒന്ന് ഇപ്പോൾ കാണുന്ന ഈ റെഡ് കളർ നിസാൻ പെട്രോൾ വാഹനമാണ്. അത് ദുൽഖറിന്റേതാണ് എന്നതാണ് കസ്റ്റംസ് സംഘം പറയുന്നത്. പക്ഷേ ദുൽഖറുമായി ബന്ധപ്പെട്ടവർ തങ്ങളുടെ സിനിമയിൽ ഉപയോഗിച്ചതാണ്, തങ്ങളുടേതല്ല എന്നൊരു വിശദീകരണം ആദ്യഘട്ടത്തിൽ നൽകിയിരുന്നു. പക്ഷെ അതിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷെ എന്തായാലും ദുൽഖറിന്റേതായി കസ്റ്റംസ് തിരഞ്ഞ 4 വാഹനങ്ങളിൽ ഒന്ന് അതാണിപ്പോൾ വെണ്ണലയിലെ ഫ്ളാറ്റിൽ നിന്ന് പിടിച്ചെടുത്തത്. ഈ വാഹനം ദുൽഖറിന്റെ ഒരു അടുത്ത സുഹൃത്തിന്റെ ഫ്ളാറ്റാണ് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഈ വാഹനം സൂക്ഷിച്ച സ്ഥലം, അക്കാര്യങ്ങളിൽ കൂടി ഏതാനും മിനിറ്റുകൾക്കകം തന്നെ ഒരു വ്യക്തത വരും. പക്ഷേ എന്തായാലും ഇപ്പോൾ ഈ ആദ്യഘട്ടത്തിൽ ദുൽഖറിന്റേതെന്ന് കരുതുന്ന, ഭൂട്ടാനിൽ നിന്ന് എത്തിച്ചതെന്ന് പറയുന്ന 4 വാഹനങ്ങളിൽ ഒരു വാഹനം കൂടി പിടിച്ചെടുത്തു എന്ന വിവരമാണ് കസ്റ്റംസിൽ നിന്ന് ലഭിക്കുന്നത്. എന്തായാലും കുറച്ചുകൂടി വിശദാംശങ്ങൾ ഈ വാർത്തയുടെ വരും മിനിറ്റുകളിൽ നമുക്ക് ലഭ്യമാകും.